കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപം, ഈ പറയുന്ന സ്വകാര്യ സർവകലാശാല മുതലായ കാര്യങ്ങളിൽ, ഈ സ്വാശ്രയ കോളേജുകൾ, ഈ മുതലായ കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന എന്താണ് അഭിപ്രായമല്ല, പണ്ട് കാലങ്ങളുടെ അഭിപ്രായമല്ല ഇപ്പോൾ ഉള്ളത്. അല്ല, അതെല്ലാം പിന്നോട്ട് പോയി, അതെന്തുകൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കാൻ കാരണം? ഈ 2023 എത്തി നിൽക്കുമ്പോൾ 2023 കേരളത്തിൻ്റെ ആവശ്യം അതാണ്. കാരണം എന്താണ്? മൂലധന നിക്ഷേപം ഇല്ലാതെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ പാർട്ടിക്ക് കഴിയില്ല. മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞത് പോളിസി ചേഞ്ച് ആണ്. പാർട്ടിയുടെ സംവിധാനത്തിൽ പോളിസി ചേഞ്ച് ആവാതിരിക്കാൻ കഴിയോ? നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ നിങ്ങൾക്ക് അവിടെ അതാണ് സാർ ഞാൻ പറഞ്ഞത്. അങ്ങനെ പോളിസി ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒറ്റ കാര്യം ഈ പാർട്ടി ശ്രദ്ധിക്കേണ്ടത് അറിയാം. അടിസ്ഥാന വർഗത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നേ ഉള്ളൂ. കാരണം കോർപ്പറേറ്റ് കമ്പനി വരൂ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അദാനി വിഴിഞ്ഞത്ത് അദാനി വരൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ഇറക്കി വിടാൻ പറ്റില്ല നിങ്ങൾക്ക്. അവിടെ പിന്നെ റിലയൻസിന് എന്താണ് നമ്മുടെ ആരോഗ്യ മേഖല കാര്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ആശാവർക്കർമാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള പിന്നോട്ട് ഈ തൊഴിലാളി വർഗത്തെ നമ്മളിവിടെ വിവറേജ് തുടങ്ങും, ഇവിടെ ബ്രൂവറി തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ചെത്തു തൊഴിലാളികളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കയർ തൊഴിലാളികളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഈ കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും ഈ ഓട്ടോ തൊഴിലാളികളും ഈ സാധാരണക്കാരുമാണ് ഈ പാർട്ടി എന്നുള്ള കാര്യം കൂടെ പാർട്ടി ഓർത്ത് മുന്നോട്ട് പോകണം. രണ്ടു ഭാഗം അത്രേ ഉള്ളൂ. വികസനം താഴേക്ക് കൊടുത്താൽ അത് ഈ സംഘടന ഞാൻ പറയുന്നത് അത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്.